Good afternoon. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിച്ചു. ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാണ് OPDയുടെ ലാസ്റ്റ് രണ്ട് മൂന്ന് പോയിന്റ്സ് കൂടെ പറയാനുള്ളൂ അല്ലെ. നമ്മൾ ജോബ് റെസ്പോൺസിബിലിറ്റി ആണ് പറഞ്ഞത്. ഗസ്റ്റ് റിലേഷൻ ഓഫീസർ ജോബ് റെസ്പോൺസിബിലിറ്റീസ് എടുക്കട്ടെ കേട്ടോ. പേജ് നമ്പർ എത്രയാ പിള്ളേരെ? ഇവിടെ എത്രയാ കിടക്കുന്നേ? പേജ് നമ്പർ എത്രയാ ടെക്സ്റ്റില്? 30 ആണോ? ജോബ് റെസ്പോൺസിബിലിറ്റീസ് ലാസ്റ്റ് പേജ് ആണ്. 2-3 കൂടി ഉള്ളൂ കേട്ടോ. നമ്മൾ എത്ര പോയിന്റ് പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ? 2, 4, 6, 7 പോയിന്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ടേക്ക് കെയർ ഓഫ് ഈച്ച് എവരിത്തിങ്. ആ പോയിന്റ്സ് കൂടി പറഞ്ഞല്ലേ നമ്മള്? Take care of each and everything the guest might need and to avoid a last minute rush. അവസാന മിനിറ്റില് എല്ലാ തിക്കും തിരക്കൊക്കെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടേ ഗസ്റ്റിന്റെ ആവശ്യങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ പരിപാലിക്കുക. അതില് കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കുക. നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. ചെക്ക് ദ അമ്യൂണിറ്റീസ് ഫോർ ദെയർ ക്വാളിറ്റി ആൻഡ് പ്രോപ്പർ പ്രൊവിഷൻ ടു ലീവ് നോ ഗ്രൗണ്ട് ഫോർ കംപ്ലൈൻസ്. ചെക്ക് ദ അമ്യൂണിറ്റീസ് ഫോർ ദെയർ. അമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫെസിലിറ്റി ആട്ടോ. ഫെസിലിറ്റീസ് സൗകര്യങ്ങളാണ്. അടുത്ത ഫെസിലിറ്റീസ്. ചെക്ക് ദ ഫെസിലിറ്റീസ്. ഫെസിലിറ്റീസ് ചെക്ക് ചെയ്യുക. അതായത് അവിടുത്തെ സൗകര്യങ്ങൾ എല്ലാം കറക്റ്റ്, OPDയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ ഉറപ്പുവരുത്തുക. ഫോർ ദെയർ ക്വാളിറ്റി. എങ്ങനെ? അതിന്റെ ക്വാളിറ്റിനെ മുൻനിർത്തിക്കൊണ്ട് എല്ലാ സൗകര്യങ്ങളും ചെക്ക് ചെയ്യുക. ആൻഡ് പ്രോപ്പർ പ്രൊവിഷൻ ടു ലീവ് നോ ഗ്രൗണ്ട് ഫോർ കംപ്ലൈൻസ്. എന്താ? പരാതികൾക്കൊന്നും അധികം എന്താ പറയാ, നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുക. അവിടെ വേറൊരു കംപ്ലൈന്റ്സിനും ഒരു സാധ്യതയില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതായത് വേറെ അവിടെ കംപ്ലൈന്റ്സ് ഒന്നും ഉണ്ടാക്കാത്ത രീതികളില് അതേ രീതിയിൽ എല്ലാ ഫെസിലിറ്റിന്റെ കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുക. സൗകര്യങ്ങളുടെ ഗുണനിലവാരം, അതിന്റെ ക്വാളിറ്റി, പരാതികൾക്കൊന്നും അവസരം ഉണ്ടാക്കാത്ത രീതിയിൽ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. അത് ചെക്ക് ചെയ്യുക. അതിന്റെ ക്വാളിറ്റി. ഇപ്പൊ എല്ലാ അവിടെ ഉപയോഗിക്കുന്ന ഫെസിലിറ്റി സൗകര്യങ്ങളും ഒക്കെ കറക്റ്റ് ആയിട്ട് അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. അത് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുകയും പിന്നെ വേറെ പരാതികൾക്കൊന്നും ഒരു അവസരം നൽകാത്ത രീതിയിൽ എല്ലാ സൗകര്യങ്ങളും ഉറപ്പുവരുത്തുക. ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ. എൻഷുർ മെയിൻ്റെനൻസ് ഓഫ് പ്രോപ്പർ ഇൻഫർമേഷൻ ഇൻ ദ ഡേറ്റാബേസ്. എൻഷുർ ചെയ്യുക എന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക. മെയിൻ്റെനൻസ് ഓഫ് പ്രോപ്പർ ഇൻഫർമേഷൻ. പ്രോപ്പർ ആയിട്ടുള്ള എല്ലാ വിവരങ്ങളും എങ്ങനെ? ഇൻ ദ ഡേറ്റാബേസില്, അതായത് കമ്പ്യൂട്ടറിൽ എല്ലാ വിവരങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഡേറ്റാബേസ് പേഷ്യൻസിന്റെ വിവരങ്ങൾ, പ്രോപ്പർ ആയിട്ടുള്ള എല്ലാ വിവരങ്ങളും കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആണല്ലോ ഡേറ്റാബേസിൽ, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. Work in close contact with the manager and get in touch with him whenever needed. മാനേജറുമായിട്ട് നല്ലൊരു കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു അടുത്ത ബന്ധം പുലർത്തുക. ആര്? ഗസ്റ്റ് റിലേഷൻ ഓഫീസർ. മാനേജറുമായിട്ട് ഒരു നല്ലൊരു അടുപ്പം നിലനിർത്തുക. ആവശ്യമുള്ളപ്പോഴെല്ലാം അദ്ദേഹവുമായിട്ട് എന്ത് ചെയ്യുക? കോണ്ടാക്ട് ചെയ്യുകയും ചെയ്യുക.
ടച്ച് വിത്ത് ഹിം whenever needed. ആവശ്യമുള്ളപ്പോഴൊക്കെ മാനേജറുമായിട്ട് നല്ല ഒരു കോണ്ടാക്ട് ചെയ്യുകയും അദ്ദേഹവുമായിട്ട് നല്ലൊരു ബന്ധം വളർത്തുകയും ചെയ്യുക. നല്ല രീതിയിൽ വർക്കിംഗ് ക്ലോസ് കോണ്ടാക്ട് വിത്ത് മാനേജർ. മാനേജറിനോട് നല്ല ബന്ധം പുലർത്തിക്കൊണ്ട് വർക്ക് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം അദ്ദേഹത്തെ നമുക്ക് കോണ്ടാക്ട് ചെയ്യുകയും ചെയ്യാം. Then have a thorough knowledge of hospital medical and non-medical departments and in functioning. ഇനി എന്തൊരു കാര്യം വേണം? ഗസ്റ്റ് റിലേഷൻ ഓഫീസർ ആണ് അല്ലെ. ഗസ്റ്റ് റിലേഷൻ ഓഫീസർ അദ്ദേഹത്തിന് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ചികിത്സാ സംബന്ധമായിട്ടുള്ളതും നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, നോൺ മെഡിക്കൽ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ, ഹൗസ് കീപ്പിംഗ്, ലോണ്ടറി, അങ്ങനെയുള്ള മറ്റുള്ള ചികിത്സാ സംബന്ധമല്ലാത്ത ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ടല്ലോ, അതുമായിട്ടൊക്കെ നല്ലൊരു നോളജ് ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ച് ഹോസ്പിറ്റലിലെ പദ്ധതി പറഞ്ഞ ഹോസ്പിറ്റലിലെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ച് നല്ലൊരു നോളജ്, ഡിപ്പാർട്ട്മെന്റ് അതിന്റെ പ്രവർത്തനങ്ങളോ അതേക്കുറിച്ചൊക്കെ നല്ലൊരു നോളജ് ഉണ്ടായിരിക്കണം, നല്ല അറിവുണ്ടായിരിക്കണം. ഒരു സമഗ്രമായിട്ടുള്ള ഒരു നല്ലൊരു അറിവുണ്ടായിരിക്കണം. ഹോസ്പിറ്റൽ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഇറ്റ്സ് ഫങ്ഷനിങ്, അതിന്റെ പ്രവർത്തനങ്ങള്. ഓക്കെ, അപ്പൊ ഇന്ന് പറഞ്ഞ പോയിന്റ്സ്, ഒന്നാമത് നമ്മൾ അവിടുത്തെ സൗകര്യങ്ങളാണ്, വീട്ടിലെ സൗകര്യങ്ങൾ ചെക്ക് ചെയ്യുക. എങ്ങനെ അതിന്റെ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, അതായത് ഒരു കംപ്ലൈന്റ്സിനും ഒന്നും സാധ്യതയില്ലാത്ത രീതിയിൽ, ഒരു ചാൻസ് ഇല്ലാത്ത രീതിയിൽ എല്ലാ സൗകര്യങ്ങളും നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുക. അത് അങ്ങനെ എല്ലാരും അങ്ങനെയാണോ എന്നുള്ളത് അദ്ദേഹം ഉറപ്പുവരുത്തുകയും ചെയ്യുക. പിന്നെ ഡാറ്റാബേസില് ഹോസ്പിറ്റലിലെ വിവരങ്ങളെല്ലാരും എന്ത് ചെയ്യുക? മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അവിടെ അത് പരിപാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ മാനേജറുമായിട്ട് നല്ലൊരു വർക്ക് റിലേഷൻ, അദ്ദേഹത്തിന്റെ ഈ മാനേജറുമായിട്ടുള്ള ഒരു നല്ലൊരു അടുപ്പം, അതില് അദ്ദേഹം പ്രവർത്തിക്കുക. പിന്നെ ആവശ്യമുള്ളപ്പോഴെല്ലാം അദ്ദേഹവുമായിട്ട് നല്ലൊരു കോണ്ടാക്ട്, നല്ലൊരു ബന്ധം നിലനിർത്തുക. പിന്നെ ഹോസ്പിറ്റലിലെ മെഡിക്കൽ, നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ്, അതിന്റെ പ്രവർത്തനങ്ങൾ, അതിനെ കുറിച്ചൊക്കെ നല്ലൊരു സമഗ്രമായ അറിവുണ്ടായിരിക്കണം. എത്രയാണ് ഗസ്റ്റ് റിലേഷൻ ഓഫീസറിന്റെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി, ജോബ് റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നത്. അപ്പൊ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നൊക്കെ നോക്കുക കേട്ടോ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഗസ്റ്റ് റിലേഷൻ ഓഫീസർ, ആ ഒരു പാരഗ്രാഫ്, ആ ഒരു സെന്റൻസ്, അതും ഒന്നും അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കുക. അപ്പൊ നമ്മുടെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, പല ടീച്ചേഴ്സ് ആണ് നിങ്ങൾക്ക് പോർഷൻസ് എടുക്കുന്നത്. നമുക്ക് മൊത്തം HL 52 ചാപ്റ്റേഴ്സ് ആണ്. ഓരോ ടീച്ചേഴ്സ് ഡിവൈഡ് ചെയ്ത് എടുക്കുകയാണ്. അപ്പൊ എനിക്ക് തന്നിട്ടുള്ള ഫസ്റ്റ് മൊഡ്യൂളില് എന്റെ ചാപ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞു, എന്റെ മാത്രം കേട്ടോ. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു, ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ കഴിഞ്ഞു, ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്, വർക്ക് ഫ്ലോ ആൻഡ് ഫങ്ഷൻസ്. അങ്ങനെ എത്ര ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു? 5 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ ആണോ? ഇത്രയും ചാപ്റ്റേഴ്സ് ഒക്കെ എടുത്ത് ഓർമ്മണ്ട? ചാപ്റ്റർ എടുത്തു നമ്മള്. 5ാമത്തെ ചാപ്റ്റർ ആണ് ഫസ്റ്റ് മൊഡ്യൂളിലെ. ഇനി ഞാൻ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോവുകയാണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂളില് എനിക്ക് അസ്യൂം ചെയ്ത് തന്ന ചാപ്റ്റേഴ്സ്, ഇൻട്രൊഡക്ഷൻ എടുത്തില്ലേ? ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ എടുത്തില്ലേ? ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ, ഫ്രണ്ട് ഓഫീസ് എടുത്തു, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? 5 ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ എല്ലാവരും സെക്കൻഡ് മൊഡ്യൂളിലേക്ക് കടന്നിട്ട് ഉണ്ടാവില്ല. ഞാനായിരിക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, ആഴ്ചയിൽ നമുക്ക് 3 ക്ലാസ് മറ്റുണ്ട്, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. ക്ലാസ്സുകൾ കൂടുതൽ കിട്ടുമ്പോൾ അതിനനുസരിച്ച് പോർഷൻസ് നമുക്ക് കവർ ചെയ്യാലോ. അപ്പൊ ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞു കേട്ടോ എന്റെ. ഇനി നമ്മൾ പോകുന്നത് സെക്കൻഡ് മൊഡ്യൂളിലേക്കാണ്. സെക്കൻഡ് മൊഡ്യൂളില് സ്റ്റാർട്ട് ചെയ്യുന്ന ചാപ്റ്റർ, 4ാമത്തെ ചാപ്റ്റർ, ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഓർഡർ അനുസരിച്ചിട്ടൊന്നും അല്ല, ഞാൻ എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ അങ്ങോട്ട് പറയുന്നതാണ്. ബ്ലഡ് ബാങ്ക് മൊഡ്യൂൾ 2, ബ്ലഡ് ബാങ്ക്, പേജ് നമ്പർ 24. ടെക്സ്റ്റ് ഉണ്ടോ നിങ്ങളുടെ കയ്യില്? 2ാമത്തെ മൊഡ്യൂളിന്റെ ടെക്സ്റ്റ് ഇല്ലെങ്കിൽ ഒന്ന് വേഗം എടുത്തേ. കയ്യിലില്ല, കിട്ടിയിട്ടില്ല. സെക്കൻഡ് മൊഡ്യൂളിന്റെ ടെക്സ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അർച്ചന ഇവിടെ ഒരു തമ്പ് തന്നിട്ടുണ്ടല്ലോ. കിട്ടിയോ നിങ്ങൾക്ക് സെക്കൻഡ് മൊഡ്യൂളിന്റെ? കിട്ടി. അർച്ചന അവിടെ
പറഞ്ഞിട്ടുണ്ട് കിട്ടിയെന്ന്. പിന്നെ വേറെ കുട്ടികൾ അങ്ങനെ കുറെ പേര് തമ്പിട്ടുണ്ടല്ലോ. ഈ സ്ക്രീൻ ഉള്ളത് കൊണ്ട് ഈ സ്ക്രീനിന്റെ അടിയിലാണ് നിങ്ങളുടെ തമ്പ് കാണേണ്ടത്. അതുകൊണ്ട് ഓക്കെ, ഓൾമോസ്റ്റ് കുറെ പേർക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾ ഇല്ലാത്തവര് പെട്ടെന്ന് ഒന്ന് എടുത്തു വെച്ചേ. കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് പെട്ടെന്ന് എടുത്തേ. 24 ആണ് കേട്ടോ, പേജ് നമ്പർ 24, ബ്ലഡ് ബാങ്ക്. ഓക്കെ, ബ്ലഡ് ബാങ്ക് 24 അല്ലേ, 23, 24, പേജ് നമ്പർ 24 എടുത്തോ നിങ്ങള്? എടുത്തോ? നെക്സ്റ്റ് എടുത്തോ? 24. ഓക്കെ, ബ്ലഡ് ബാങ്ക്. നമുക്ക് പേരിന്ന് തന്നെ അറിയാം. നിങ്ങൾ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ പഠിച്ചോ ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞ? ബ്ലഡ് ബാങ്കിന്റെ കാര്യം പഠിച്ചോ? അപ്പോ നമുക്ക് എന്താണ് ബ്ലഡ് ബാങ്ക്? ആ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താ ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും ബ്ലഡ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് അല്ലെ? ബ്ലഡ് കളക്ട് ചെയ്യുന്ന സ്ഥലമാണ് ബ്ലഡ് ബാങ്ക്. ആരെങ്കിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടോ? നമ്മുടെ ക്ലാസ്സിൽ ആരെങ്കിലും ബ്ലഡ് ഒക്കെ ഡൊണേറ്റ് ചെയ്തവരുണ്ടോ? ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാറുണ്ടോ? ആരുമില്ല? ബോയ്സ് ഒന്നും ഇല്ലേ നമ്മുടെ ക്ലാസ്സിൽ? ഗേൾസ് പിന്നെ കുറച്ച് മടിയായിരിക്കും. ബോയ്സ് ഒക്കെ നല്ല ആക്റ്റീവായിട്ട് ബ്ലഡ് ഒക്കെ ഡൊണേറ്റ് ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു. ബോയ്സ് ഒന്നും ഇല്ല, നമ്മുടെ ഗേൾസ് മാത്രമുള്ള ഉള്ളി. ഓക്കെ, ആരും ബ്ലഡ് ഒന്നും ഡൊണേറ്റ് ചെയ്തിട്ടില്ല അല്ലെ? ഓക്കെ, നല്ല കാര്യമാണ് ബ്ലഡ് ശരിക്കും ഡൊണേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. നമ്മുടെ ബ്ലഡ് ഓൾറെഡി നമ്മൾ ഒരുപാട് ബ്ലഡ് ഒന്നും എടുക്കൂല. നിങ്ങൾക്ക് അറിയാം എത്ര ലിറ്റർ ബ്ലഡ്, സോറി ലിറ്റർ അല്ല ml, എത്ര മില്ലി ബ്ലഡ് എടുക്കണേന്നുള്ളത്. 300 ml ബ്ലഡ് മാത്രമാണ് നമ്മുടെ ബോഡിയിൽ എടുക്കുള്ളൂ. ബ്ലഡ് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ 300 ml ബ്ലഡ് ആണ് എടുക്കണേ. അത് നമുക്ക് എത്രയാണ്, ഒരു 3 മാസമൊക്കെ കൂടുമ്പോൾ ബ്ലഡ് നമുക്ക് ഡൊണേറ്റ് ചെയ്യാം. നമ്മുടെ ശരീരത്തിൽ എത്ര ലിറ്റർ ബ്ലഡ് ഉണ്ടെന്ന് അറിയാമോ? എത്ര ലിറ്റർ ബ്ലഡ് ഉണ്ടെന്ന് അറിയാമോ? 5 ലിറ്റർ ആണ് കേട്ടോ. അത് നമുക്ക് പഠിക്കാനുണ്ട്, ഇൻട്രൊഡക്ഷനിൽ വരുന്നുണ്ട്. 5 ലിറ്റേഴ്സ്, 5 ലിറ്റർ ബ്ലഡ് ആണ് ഒരാളുടെ ബോഡിയിലുള്ളത്. 5 ലിറ്റർ ബ്ലഡ് ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യുമെന്ന് അറിയോ? ഈ ബ്ലഡ് നമുക്ക് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാണ്ട് കേട്ടോ. ബ്ലഡ് ഗ്രൂപ്പുകൾ പഠിക്കാണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് റിച്ച് ഫാക്ടേഴ്സ്, ബ്ലഡിന്റെ കമ്പോണൻസ്, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാണ്ട്. അപ്പൊ ഈ ബ്ലഡ് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താ, ബ്ലഡ് കളക്ട് ചെയ്യുന്ന സ്ഥലമാണ് ബ്ലഡ് ബാങ്ക്. നമ്മൾ ഓരോരുത്തരും ബ്ലഡ് കൊടുക്കുമ്പോൾ ബ്ലഡിലെ കമ്പോണൻസ് 4 കമ്പോണൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് പഠിക്കാണ്ട് RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ, ഇങ്ങനെ ഓരോ കമ്പോണൻസും അവിടെ സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന ഒരു മെഷീൻ ഉണ്ട്. അവിടെ ഇട്ടിട്ട് അത് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അത് സൂക്ഷിക്കുന്നത്. ബ്ലഡ് ബാഗിൽ അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അല്ലാതെ ബ്ലഡ് ഫുള്ള് ഒറ്റയിടായിട്ടല്ല. ബ്ലഡിലെ ഓരോ കമ്പോണൻസ്, 4 കമ്പോണൻസ് ഉണ്ട്. അവിടെ ഡീറ്റെയിൽ പഠിക്കാനുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ ഞാൻ. 4 കമ്പോണൻസും നമുക്ക് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന മെഷീനിൽ ഇട്ടിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ ആന്റി കൊയാഗുലന്റ്, അത് അങ്ങനെ ഉള്ള ഒരു ഡ്രഗ്സ് അതുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് അവരവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ബ്ലഡ് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ പ്രോപ്പർ ആയിട്ട് നമ്മളിപ്പോ ബ്ലഡ് ആണെങ്കിൽ നമുക്ക് നേരെ ചെന്ന് ഡൊണേറ്റ് ചെയ്ത് നമ്മുടെ ഗ്രൂപ്പുകൾ നോക്കും അല്ലെ? ബ്ലഡ് ഗ്രൂപ്പ് ഏതാന്നൊക്കെ നോക്കി അങ്ങനെ കുറച്ച് പ്രിലിമിനറി ചെക്കപ്പുകൾ നമുക്ക് ആദ്യം നടക്കും അല്ലെ? നമ്മള് എന്താ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നെങ്കിൽ 18 വയസ്സ് മുതൽ 65 വയസ്സിനിടയിൽ പ്രായം വേണം. വെയിറ്റ് 45 കിലോയ്ക്ക് മുകളിൽ ഉണ്ടായിരിക്കണം. അയാൾക്ക് ഹെൽത്തി ഫിറ്റ് ആയിട്ട്, ഒരു ആരോഗ്യം ഇല്ലാത്തൊരാക്കണേന്ന് ബ്ലഡ് എടുക്കാൻ പറ്റുമോ? അപ്പൊ നമുക്ക് അവര് ഫിസിക്കലി നല്ല സ്ട്രോങ് ആയിരിക്കണം, ഹെൽത്തി ഫിറ്റും ആയിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പ്രിലിമിനറി ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ നടത്തി ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ നോക്കിയിട്ടാണ് ബ്ലഡ് എടുക്കുന്നത്. നമുക്ക് പിന്നെ ഡിസീസുകൾ ഉണ്ടോ, നമുക്ക് എന്തെങ്കിലും ഡിസീസ് ഉണ്ടോ, എയ്ഡ്സ്, ഇങ്ങനെയുള്ള അതൊക്കെ ഡീറ്റെയിൽ പഠിക്കണ്ട്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ ബ്ലഡ് പ്രോപ്പർ ആയിട്ട് കളക്ട് ചെയ്യുന്ന സ്ഥലമാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ പഠിക്കാം കേട്ടോ. ഓക്കെ,
The term blood bank generally refers to a department of hospital, usually within a clinical pathology. Pathology എന്ന് പറഞ്ഞാൽ എന്താ? PATHOLOGY, study of disease. A study of disease, രോഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് പത്തോളജി എന്ന് പറയുന്നത്. അപ്പൊ ക്ലിനിക്കൽ പത്തോളജിയുടെ ഉള്ളിൽ വരുന്ന ഹോസ്പിറ്റലിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഏതെന്ന് പറയുന്നത് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, വേർ pathology laboratory, clinical pathology laboratory, where the storage of blood products take place. അവിടെ എന്ത് ചെയ്യുന്നു? blood products സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. And where pre-transfusion എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്ഫ്യൂഷന് മുന്നേ, ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡ് പകർന്നൊഴിക്കുന്നതിന്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ബ്ലഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ, അതാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേ. ട്രാൻസ്ഫ്യൂഷൻ എന്താണ്? ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് ബ്ലഡ് ഫ്രം one person to another. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ. അപ്പൊ നമ്മൾ എന്താ? ട്രാൻസ്ഫ്യൂഷന് മുന്നേ അല്ലെ? ആൻഡ് ബ്ലഡ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ് ഈസ് എക്സിക്യൂട്ടഡ്. അനുയോജ്യമായിട്ടുള്ള, കമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ അനുയോജ്യമായിട്ടുള്ള ഈ ടെസ്റ്റുകൾ നിർവഹിക്കും അല്ലെ? എങ്ങനെയാ? ട്രാൻസ്ഫ്യൂഷന് മുന്നാണ്. അല്ലാതെ ബ്ലഡ് വേറെ ആൾക്ക് കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാണോ? അല്ല, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നതിന് മുന്നേ അനുയോജ്യമായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ നടത്തി ബ്ലഡ് സ്റ്റോർ ചെയ്യുന്ന ഒരു ക്ലിനിക്കൽ പത്തോളജി ലബോറട്ടറിയുടെ ഉള്ളിൽ വരുന്ന ഹോസ്പിറ്റലിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ന് പറയുന്നത് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ ഫസ്റ്റ് സെന്റൻസ്? അനുയോജ്യമായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ നടത്തി. എപ്പോഴാ? പ്രീ ട്രാൻസ്ഫ്യൂഷന് മുന്നേ, അത് മറ്റൊരാൾക്ക് ബ്ലഡ് കൊടുക്കുന്നതിന് മുന്നേ അല്ലെ? പ്രീ ട്രാൻസ്ഫ്യൂഷൻ. ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് ബ്ലഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് ട്രാൻസ്ഫ്യൂഷൻ. ആ പ്രീ ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞത്, അതായത് ട്രാൻസ്ഫ്യൂഷന് മുന്നേ അനുയോജ്യമായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് ബ്ലഡ് സ്റ്റോർ ചെയ്യുന്ന ഒരു ക്ലിനിക്കൽ പത്തോളജി ലബോറട്ടറിയുടെ ഉള്ളിൽ വരുന്ന ഹോസ്പിറ്റലിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ബാങ്കിങ് ഇൻവോൾവ്സ് ദ ടാസ്ക് റിലേറ്റഡ് ടു. ഇനി ബ്ലഡ് ബാങ്കിൽ എന്തൊക്കെ ടാസ്കുകളാണ് അവർ നടത്തുന്നത് നോക്കിയ? ബ്ലഡ് കളക്ഷൻ, പ്രോസസിംഗ്, ടെസ്റ്റിംഗ്, സെപ്പറേഷൻ, സ്റ്റോറേജ്. ഇപ്പൊ എന്തൊക്കെയാ നടക്കുന്നത്? ബ്ലഡ് ബാങ്കിങ് ഇൻവോൾവ്സ് ദ ടാസ്ക്. ബ്ലഡ് ബാങ്കിൽ ഉൾപ്പെടുന്ന ടാസ്കുകൾ എന്തൊക്കെയാ? റിലേറ്റഡ് ടു, എന്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം? ബ്ലഡ് കളക്ട് ചെയ്യും അല്ലെ? ബ്ലഡ് കളക്ഷൻ, പിന്നെ കറക്റ്റ് പ്രോസസ്സിങ്ങുകൾ നടത്തും, പല ടെസ്റ്റുകൾ നടത്തും. ഓരോ നമ്മൾ പറഞ്ഞില്ലേ, സെപ്പറേഷൻ ചെയ്യും. ബ്ലഡിലെ 4 കമ്പോണൻസ് ഉള്ളത്. ആ 4 കമ്പോണൻസും പ്രത്യേകം സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അവര് ബ്ലഡ് ബാഗിൽ അവർ സ്റ്റോർ ചെയ്യുന്നത്. ഒറ്റയാക്കിയല്ല, ബ്ലഡിലെ 4 കമ്പോണൻസ് ഉണ്ട്. അത് ഡീറ്റെയിൽ പഠിക്കാട്ടോ. RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ, ഇങ്ങനെ 4 കമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്യുന്നു. ആൻഡ് സ്റ്റോറേജ്, അത് പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. ഇത്രയും ടാസ്കുകളാണ് ബ്ലഡ് ബാങ്കിൽ നടക്കുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടെ ആ സെന്റൻസ്. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ? നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ക്ലിനിക്കൽ പത്തോളജി ലബോറട്ടറിയുടെ ഉള്ളിൽ വരുന്ന ഹോസ്പിറ്റലിലെ ഒരു ഡിപ്പാർട്ട്മെന്റ്. അവിടെ എന്ത് ചെയ്യുന്നു? ബ്ലഡ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നു. എങ്ങനെ? അനുയോജ്യമായ ടെസ്റ്റുകൾ നടത്തുന്നു. പ്രീ ട്രാൻസ്ഫ്യൂഷന് മുന്നേ, ട്രാൻസ്ഫ്യൂഷന് മുന്നേ അനുയോജ്യമായ ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് ബ്ലഡ് പ്രൊഡക്ട്സ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാ, ടാസ്കുകളാണ് നടത്തുന്നത്? ബ്ലഡ് കളക്ട് ചെയ്യുന്നു, പ്രോസസ്സിംഗ് നടത്തുന്നു, ടെസ്റ്റുകൾ ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്യുന്നു, സ്റ്റോറേജ് ചെയ്യുന്നു. WHO പഠിച്ചല്ലോ. WHO ഇൻട്രൊഡക്ഷനിൽ പഠിച്ചില്ലേ? WHO എന്താ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഓക്കെ, വെരി ഗുഡ്. World Health Organization developed a global approach blood safety to curtail. Curtail എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക, reduce എന്നുള്ള മീനിങ് ആട്ടോ. curtail, reduce. WHO developed a global approach blood safety to curtail the burden of disease due to unsafe blood transfusion. ഇനി സേഫ് അല്ലാത്ത ബ്ലഡുകള്, നമുക്ക് യോജിക്കാത്ത ബ്ലഡുകള് ട്രാൻസ്ഫ്യൂഷൻ നടത്തുമ്പോൾ പല രോഗങ്ങൾ ഉണ്ടാകാം അല്ലെ? ആൾക്ക് മരണം വരെ സംഭവിക്കാം. അപ്പൊ അങ്ങനെയുള്ള ആ
എന്താ പറയാ അങ്ങനെ ഉണ്ടാകുന്ന അൺസേഫ് ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നത് മൂലമുണ്ടാകുന്ന ഡിസീസുകൾ അത് കുറയ്ക്കുന്നതിന് ബ്ലഡ് സേഫ്റ്റി ഫോളോ ചെയ്യുന്നതിന് ഒരു ഗ്ലോബൽ അപ്രോച്ച് ഈ WHO ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. WHO ഡെവലപ്പ് എ ഗ്ലോബൽ അപ്രോച്ച് എന്തുമായി ബന്ധപ്പെട്ട ബ്ലഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഒരു ഗ്ലോബൽ അപ്രോച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനു വേണ്ടി? അതായത് സേഫ് അല്ലാത്ത ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുമ്പോൾ നമുക്ക് പല രോഗങ്ങളൊക്കെ ഉണ്ടാകാം, അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം. അതിന്റെ ആ ഒരു ബേർഡൻ അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. An average person carries almost 5 liters of blood. ഞാൻ പറഞ്ഞില്ലേ എത്ര ലിറ്റർ ബ്ലഡ് ഉണ്ടെന്നാ പറഞ്ഞേ. ഒരു ആവറേജ് ഒരു വ്യക്തിയുടെ ബോഡിയിൽ എത്ര ലിറ്റർ ഉണ്ട്? 5 liters of blood. If circulate the body through blood vessels and is pumped through the heart. എന്താ ഹൃദയത്തിലേക്ക് അത് പമ്പ് ചെയ്യപ്പെടും. നമ്മുടെ ബ്ലഡ് വെസൽസിൽ കൂടെ അതെപ്പോഴും സർക്കുലേറ്റ് ചെയ്യുകയും ചെയ്യും. പമ്പിങ് ഓർഗൻ ഏതാ നമ്മുടെ ബോഡിയിലെ? ഹാർട്ട് അല്ലേ? ബ്ലഡ് പമ്പ് ചെയ്യുന്നത് ആരാ? ഹാർട്ട്. is pumped through the heart. ഹൃദയത്തിലൂടെ ആ ബ്ലഡ് പമ്പ് ചെയ്യുകയും നമ്മുടെ ബ്ലഡ് വെസൽസിൽ കൂടെ അത് നമ്മുടെ ശരീരത്തിൽ കൂടെ സർക്കുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. എല്ലാ ഭാഗത്തും ഇല്ലേ ബ്ലഡ്? എവിടെയെങ്കിലും കൈ മുറിഞ്ഞാലോ കാൽ മുറിഞ്ഞാലൊക്കെ ബ്ലഡ് വരൂലേ? ബ്ലഡ് വെസൽസിൽ കൂടെ നമ്മുടെ ശരീരത്തിലൂടെ മൊത്തം ബ്ലഡ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? ഓക്കെ. അപ്പൊ എത്ര ലിറ്റർ ഉണ്ടെന്ന് പറഞ്ഞ 5 ലിറ്റർ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. 5 liters ഓഫ് ബ്ലഡ്. പിന്നെ ട്രാൻസ്ഫ്യൂഷൻ എന്താന്ന് പറഞ്ഞു അതൊന്ന് നോക്കുക. ട്രാൻസ്ഫർ ഓഫ് ബ്ലഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ട്രാൻസ്ഫ്യൂഷൻ. പിന്നെ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് ബ്ലഡ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ്. അനുയോജ്യമായ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് നമ്മൾ ട്രാൻസ്ഫ്യൂഷന് മുന്നാണ് കേട്ടോ. ബ്ലഡ് വേറെ ആക്കി കൊടുത്തിട്ട് ടെസ്റ്റ് നടത്തിയിട്ട് കാര്യമില്ലോ. ഫ്രീ ട്രാൻസ്ഫ്യൂഷൻ, അതായത് നമ്മൾ ട്രാൻസ്ഫ്യൂഷന് മുന്നേ ടെസ്റ്റുകളൊക്കെ നടത്തി ബ്ലഡ് സ്റ്റോർ ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് ബ്ലഡ് ബാങ്ക്. ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ആ ബ്ലഡ് ഇങ്ങനെ 5 liters ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ കൂടെ ആ ബ്ലഡ് വെസൽസിൽ കൂടെ ഇങ്ങനെ എപ്പോഴും സർക്കുലേറ്റ് ചെയ്യും. അത് ആരാ ബ്ലഡ് പമ്പ് ചെയ്യുന്നത്? ആരാണ്? ഹാർട്ട്, ഹൃദയമാണ്. ഹൃദയം പമ്പ് ചെയ്യുന്നു ബ്ലഡ്. ഹൃദയത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്ലഡ് വെസൽസിൽ കൂടെ ഹൃദയം പമ്പ് ചെയ്യുന്ന ബ്ലഡ് വെസൽസിൽ കൂടെ നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. ഇനി വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ്? ഇനി ബ്ലഡ് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ എന്താ? എന്തൊക്കെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ചെയ്യണേ നോക്കിയേ. ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്ക് ഫങ്ഷൻസ് ആണ്. ഹോസ്പിറ്റലിന്റെ ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ് ആണ് ഈ പറഞ്ഞേക്കണേ. ഫസ്റ്റ് നോക്കിയേ, സ്വിഫ്റ്റ് റെസ്പോൺസ് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണൻസ്. ബ്ലഡ് കമ്പോണൻസ് അതിന്റെ അർജന്റ് ആയിട്ടുള്ള ആവശ്യത്തിനനുസരിച്ച് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാന്ന്. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ റാപ്പിഡ്, പെട്ടെന്ന്. അല്ലാതെ ഇപ്പൊ നമ്മൾ ബ്ലഡ് വേണമെന്ന് പറഞ്ഞാൽ ശരി നാളെ തരാന്നാണോ? ബ്ലഡ് ബാങ്കിൽ ചെന്നാൽ എപ്പോഴും ബ്ലഡ് അവൈലബിൾ ആയിരിക്കണ്ടേ? അതല്ലേ ബ്ലഡ് ഒക്കെ കളക്ട് ചെയ്ത് നമുക്ക് എപ്പോഴാണോ ഒരു സർജറിയോ കാര്യങ്ങളൊക്കെ വരിക, എപ്പോഴാ ബ്ലഡ് വേണ്ടി വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എപ്പോഴാണെങ്കിലും എപ്പോ ചെന്നാലും അവിടെ ബ്ലഡ് അവൈലബിൾ ആയിരിക്കണം. ഒരു ആക്സിഡന്റ് പറ്റി പെട്ടെന്ന് നമുക്ക് ബ്ലഡ് നമുക്ക് ആളെ കണ്ടുപിടിച്ച് നടക്കാനൊന്നും പറ്റില്ല അല്ലെ? നടത്താൻ പറ്റില്ല. ബ്ലഡ് ബാങ്കിൽ ചെന്നാൽ നമുക്ക് ഏത് ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ നോക്കിയാൽ ഏത് തരത്തിലുള്ള ബ്ലഡ് അവിടെ എപ്പോഴും അവൈലബിൾ ആയിരിക്കുമല്ലോ അല്ലെ? അതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. എന്താ അവര് ചെയ്യണ്ടേ? ബ്ലഡ് കമ്പോണൻസിന്റെ ആവശ്യത്തിനനുസരിച്ച് പെട്ടെന്ന് അർജന്റ് റിക്വസ്റ്റ് അനുസരിച്ച് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുക. അല്ലാതെ നാളെ തരാന്നാണോ? ശരി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇപ്പൊ ആക്സിഡന്റ് ആയിട്ട് അത്രയും എമർജൻസി ആയിട്ട് ബ്ലഡ് ആവശ്യമാകുന്ന ഡോക്ടർ പറയുമ്പോ ബ്ലഡ് ബാങ്കിൽ ചെല്ലുമ്പോ ശരി അടുത്ത ആഴ്ച തരാന്ന് പറഞ്ഞാൽ ശരിയാണോ? അപ്പൊ എന്ത് ചെയ്യണം? പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യണം. ഒന്നാമത്തെ ഫംഗ്ഷൻ കിട്ടിയോ? അർജന്റ് റെസ്പോണ്ട്, പെട്ടെന്ന് റാപ്പിഡ്, പെട്ടെന്ന് തന്നെ റെസ്പോൺസ് കൊടുക്കണം ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണൻസ്. ബ്ലഡ് കമ്പോണൻസിന്റെ അർജന്റ് ആയിട്ടുള്ള ആവശ്യത്തിനനുസരിച്ച് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ വാലിഡേറ്റിംഗ് പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസ് ആൻഡ് റിക്വസ്റ്റ് ടു റിസീവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രൊഡക്റ്റ്. വാലിഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചെക്കിംഗ്. പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിളുകൾ ചെക്ക് ചെയ്യുക. ട്രാൻസ്ഫ്യൂഷന് മുന്നുള്ള സാമ്പിളുകൾ ചെക്ക് ചെയ്യുക. ആൻഡ് റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രൊഡക്റ്റ്. എന്ത് ചെയ്യുക? ആ റിക്വസ്റ്റ് അനുസരിച്ച് ബ്ലഡുകൾ സ്റ്റോർ ചെയ്യുക. ബ്ലഡ് പ്രൊഡക്റ്റ് ഒക്കെ റിസർവ് ചെയ്യുക എന്ന് വെച്ചാൽ സ്റ്റോർ ചെയ്ത് വെക്കാന്ന്. ഓക്കെ.
പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിളുകൾ ചെക്ക് ചെയ്യുക. പിന്നെ അതുപോലെ ബ്ലഡും ബ്ലഡ് പ്രൊഡക്റ്റും റിക്വസ്റ്റ് അനുസരിച്ച് എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്ത് വെക്കുക. ഇത് ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യണതാണോ ഇൻക്ലൂഡ് ചെയ്യണത് അല്ലയോ എന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണ്ടോ എന്ന് നോക്കാം. ബ്ലഡ് എന്നൊരു ഇത് കണ്ടോ, അപ്പൊ രണ്ട് സെന്റൻസ് നമ്മൾ വായിച്ചു, 2 പോയിന്റ്സിലും ബ്ലഡ് നേരെ കിടക്കണ്ട്. അപ്പൊ ഇനി മാറിപ്പോകോ? ഇപ്പൊ വാലിഡേറ്റിംഗ് പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾ ആൻഡ് റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രൊഡക്റ്റ്, ആ പോയിന്റ് കണ്ട ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസിൽ വരുന്നതാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റല്ലേ? ഓക്കെ, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂലേ? യെസ്, അത്രയും മതി. ബൈ ഹാർട്ട് ചെയ്യണ്ട, ഫങ്ഷൻസ് എഴുതാനില്ലല്ലോ, നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ ഇൻക്ലൂഡ് ചെയ്യണത് അല്ലയോ എന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ നോക്കിയേ, ഇവാലുവേഷൻ ഓഫ് ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ബിറ്റ്വീൻ ദ ഡോണർ ആൻഡ് പേഷ്യന്റ്. ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി, ഡോണറും പേഷ്യന്റും തമ്മിലുള്ള ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യുക. ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി എന്ന് വെച്ചാൽ രോഗപ്രതിരോധ ശേഷി, അല്ലെ? ഇപ്പൊ നമുക്ക് എല്ലാ ബ്ലഡും എല്ലാവർക്കും ഡൊണേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റില്ല. ഡോണർ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആള്, അല്ലെ? ബ്ലഡ് കൊടുക്കുന്ന ആളാണ് ഡോണർ, മേടിക്കുന്നത് പേഷ്യന്റ്. അപ്പൊ ആ ഡോണറും പേഷ്യന്റും തമ്മിലുള്ള ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യുക. ക്ലിയർ ആയോ? ഡോണറും പേഷ്യന്റും തമ്മിലുള്ള ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത നോക്കിയേ, അടുത്ത പോയിന്റ് എന്താ? ചൂസിംഗ് ഓഫ് സ്യൂട്ടബിൾ ബ്ലഡ് കമ്പോണന്റ്സ് ഫോർ ഈച്ച് ക്ലിനിക്കൽ കണ്ടീഷൻസ്. അതായത് ഈ ചൂസിങ്, സെലക്ട് ചെയ്യുക, തിരഞ്ഞെടുക്കുക സ്യൂട്ടബിൾ ബ്ലഡ് കമ്പോണന്റ് ഫോർ ഈച്ച് ക്ലിനിക്കൽ കണ്ടീഷൻ. അതായത് ബ്ലഡ് കമ്പോണന്റിന്റെ നമ്മുടെ സാമ്പിളിലെ ബ്ലഡ് കമ്പോണന്റിന്റെ സാമ്പിള് അത് പരിശോധിച്ച ശേഷമുള്ള ക്ലിനിക്കൽ കണ്ടീഷൻസ് നോക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. ബ്ലഡ് കമ്പോണൻസിന്റെ സാമ്പിളില്ലേ, അത് പരിശോധിച്ചിട്ട് ശേഷമുള്ള ക്ലിനിക്കൽ കണ്ടീഷൻസ് എങ്ങനെയാണെന്ന് നോക്കണം. ഓക്കെ ആണോ എന്നുള്ളതൊക്കെ കേട്ടോ. ബ്ലഡ് കമ്പോണന്റിന്റെ സാമ്പിള് പരിശോധിച്ച ശേഷമുള്ള ക്ലിനിക്കൽ കണ്ടീഷൻസ് നോക്കണം. പിന്നെ അടുത്ത പോയിന്റ് എന്താ? കോഷൻ ഡെലിവറി ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണൻസ്. കോഷൻ എന്ന് പറഞ്ഞാൽ സേഫ് ഡെലിവറി, സുരക്ഷിതമായിട്ട് ഡെലിവറി ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക. ബ്ലഡ് കമ്പോണൻസ് സുരക്ഷിതമായി കൈകാര്യം ചെയ്യുക, അത് ഡെലിവറി വിതരണം ചെയ്യുകയും ചെയ്യുക. അത് എപ്പോഴും സേഫ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. കോഷ്യസ് ഡെലിവറി ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണൻസ്. അടുത്ത് നോക്കി, ഇൻവെന്ററി. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോക്ക് ആണ് കേട്ടോ. ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക്. ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് കൺട്രോൾ എന്നാണ്. ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലമെന്റ്സ്. ബ്ലഡിന്റെ അതിന്റെ എലമെന്റ്സ്, ഇതിന്റെയൊക്കെ സ്റ്റോക്കുകള്, അതിന്റെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കുക. എപ്പോഴും നമ്മൾ പറഞ്ഞില്ലേ, ബ്ലഡ് ബാങ്കില് എല്ലാ ടൈപ്പ് ബ്ലഡുകളും അവൈലബിൾ ആയിരിക്കണം. അപ്പൊ അതിന്റെ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക. ബ്ലഡ് ഇല്ലാത്തൊരവസ്ഥ വരാൻ പാടില്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് എ പോസിറ്റീവ് ബ്ലഡ് വേണം, അവിടെ ചിലപ്പോ ബ്ലഡ് ബാങ്കിൽ ചോദിക്കുമ്പോ ആ ബ്ലഡ് അവിടെ ഇല്ല എന്ന് പറയാൻ പറ്റൂല്ലോ. എപ്പോഴും അതിന്റെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അടുത്ത് നോക്കിയേ, കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്. ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് തരുന്ന സ്ഥാപനങ്ങളില്ലേ, ഇപ്പൊ ചില ഈ ഇങ്ങനെയുള്ള ക്ലബുകൾ കാര്യങ്ങളൊക്കെ, അപ്പൊ അതിനകത്ത് കുറച്ച് പേര് കൂടി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നേ, അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ്, അങ്ങനെയൊക്കെ ബ്ലഡ് തരുന്ന സ്ഥാപനങ്ങളുമായിട്ട് എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം എന്ന് വെച്ചാൽ, നമുക്കിപ്പോ ബ്ലഡ് ബാങ്കിലെ ഏത് ബ്ലഡ് ആണോ നമുക്ക് വേണ്ടത്, അപ്പൊ അവരുമായിട്ട് എന്ത് ചെയ്യണം, വിളിച്ചു പറഞ്ഞാൽ മതി അല്ലെ. അവര് ആവശ്യത്തിന് ബ്ലഡ് അവിടെ കൊണ്ടുതരുന്നു. ബ്ലഡ് തരുന്ന വ്യക്തികളോ സ്ഥാപനങ്ങളോ ഒക്കെയാണ് ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവരുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. അപ്പൊ ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണ്ട. ഇതിനകത്ത് പോയിന്റ്സ് തന്നിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ബ്ലഡ് ഫങ്ഷൻസ് ഓഫ് ബ്ലഡ് ബാങ്ക്, നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഫങ്ഷൻസ് ഓഫ് ബ്ലഡ് ബാങ്ക്. ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തതാണോ ഇൻക്ലൂഡ് ചെയ്തത് അല്ലയോ എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ക്ലിയർ ആണോ നോക്കിയേ. 7 പോയിന്റ്സ് നമ്മൾ പറഞ്ഞത്. ബ്ലഡ് കമ്പോണൻസിന്റെ ആവശ്യത്തിന് അർജന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അനുസരിച്ച് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുക, ചെക്ക് ചെയ്യുക പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിളുകള്, പിന്നെ അതുപോലെ തന്നെ റിക്വസ്റ്റ് അനുസരിച്ച് ഈ ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുക,
പിന്നെ ഡോണറും പേഷ്യന്റും തമ്മിലുള്ള ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി, രോഗപ്രതിരോധ ശേഷി അത് ചെക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ക്ലിനിക്കൽ കണ്ടീഷൻസ് പരിശോധിച്ച ശേഷമുള്ള നമ്മൾ ആ ബ്ലഡ് കമ്പോണൻസിന്റെ സാമ്പിള് പരിശോധിച്ച ശേഷമുള്ള ക്ലിനിക്കൽ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അതാണ് ക്ലിനിക്കൽ കണ്ടീഷൻ നോക്കണം. പിന്നെ അടുത്തത് ബ്ലഡ് കമ്പോണൻസ് സുരക്ഷിതമായിട്ട് കൈകാര്യം ചെയ്യണം, അത് വിതരണം ചെയ്യണം. പിന്നെ അതിന്റെ സ്റ്റോക്ക്, ബ്ലഡിന്റെ സ്റ്റോക്ക് എപ്പോഴും എന്താ സ്റ്റോക്ക് മാനേജ്മെന്റ് ആണ് പറയുന്നത്. എപ്പോഴും അത് സ്റ്റോക്ക് ഉണ്ടോന്നുള്ളതൊക്കെ ഇൻവെന്ററി സ്റ്റോക്ക് ഒക്കെ ചെക്ക് ചെയ്യണം. പിന്നെ ബ്ലഡ് തരുന്ന സ്ഥാപനങ്ങളുമായിട്ട് അല്ലെങ്കിൽ ആ വ്യക്തികളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. ക്ലിയർ ആണോ? 7 പോയിന്റ്സും ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ ഇൻക്ലൂഡ് ചെയ്യുന്നതല്ലയോ എന്ന് മനസ്സിലാക്കി വെക്കുക. എന്തായാലും അത് ബ്ലഡ് എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാം അല്ലെ, പഠിച്ചില്ലെങ്കിൽ പോലും നമുക്ക് എഴുതാതെ നേരെ നോക്കുമ്പോ അത് നമുക്ക് അങ്ങനെ ഒരു ടിപ്സ് ഉണ്ട്. അതില് നമുക്കൊരു സംശയവും വരേണ്ട ആവശ്യമില്ല. എല്ലായിടത്തിലും ഉണ്ട് ബ്ലഡ് എന്ന്. ഒരു ഇത് മാത്ര ഒരു പോയിന്റിൽ മാത്രം ബ്ലഡ് എന്ന് ഇല്ലാത്തേ ഉള്ളൂ അല്ലെ. അവിടെ ഒരു കാര്യമുണ്ട്, ഡോണർ ഉണ്ട്. ബ്ലഡ് കൊടുക്കുന്ന ആളല്ലേ ഡോണറും പേഷ്യന്റും തമ്മിലുള്ള ആ ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി നോക്കണം. അല്ലാതെ വെറുതെ ബ്ലഡ് കൊടുക്കാൻ പറ്റൂല. നമ്മളിപ്പോ ഒരാൾക്ക് ബ്ലഡ് കൊടുക്കണമെങ്കിൽ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ മാച്ച് ആണോ എന്നൊക്കെ നോക്കണം. അത് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഡീറ്റെയിൽ ഞാൻ ടേബിള് ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചല്ല ഞാൻ പറഞ്ഞ് നിങ്ങളൊന്ന് നോട്ട് ചെയ്തെടുത്താൽ മതി. എല്ലാവരുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ അറിയാലോ അല്ലേ? ബ്ലഡ് ഗ്രൂപ്പ് അറിഞ്ഞൂടെ എല്ലാവർക്കും ഒക്കെ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. ആ ടേബിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തരുടെ ബ്ലഡ് ഗ്രൂപ്പ്, ആർക്കൊക്കെ ബ്ലഡ് കൊടുക്കാൻ പറ്റും, നമുക്ക് ആരിൽ നിന്നൊക്കെ ബ്ലഡ് വാങ്ങാൻ പറ്റും എന്നൊക്കെ സിമ്പിൾ ആയിട്ട് ഒരു ചെറിയൊരു ടേബിൾ ആക്കി ഞാൻ പറഞ്ഞു തരാം അവിടെ എത്തും കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതിന്റെ ഫങ്ഷൻസ് ആണ്. 7 പോയിന്റ്സ് നോക്കി വെക്കുക. ഇനി ലൊക്കേഷൻ എവിടെ ആയിരിക്കണം ഒരു ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്? ടിപ്പിക്കലി ഷുഡ് ബി സിറ്റുവേറ്റഡ് on the ground floor. ബ്ലഡ് ബാങ്ക് എപ്പോഴും താരതമ്യേന ടിപ്പിക്കലി എന്ന് പറഞ്ഞാൽ എന്താ? ഐഡിയലി താരതമ്യേന എവിടെ ആയിരിക്കണം? സിറ്റുവേറ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ബ്ലഡ് ബാങ്ക് should be situated on the dash floor. ഏതാ? ടിപ്പിക്കലി should be situated. താരതമ്യേന നിങ്ങൾ പോയോടത്ത് എവിടെയായിരുന്നോ? നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നോ? അതേ ടോപ്പ് ഫ്ലോറിലാണോ? 5th ഫ്ലോറിലാണോ? എവിടെയായിരുന്നു? ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ. അതാണ് ഏറ്റവും അഭികാമ്യം. ബ്ലഡ് ആളുകൾക്ക് വന്ന് ഡൊണേറ്റ് ചെയ്യാനും എല്ലാത്തിനും ഒരു അഭികാമ്യം എന്ന് പറഞ്ഞാൽ ടെസ്റ്റുകളോ കാര്യങ്ങളൊക്കെ നമുക്ക് അതൊക്കെ നോക്കാനും ആളുകൾക്ക് വരാനും ഒക്കെ അഭികാമ്യം ഏതാ? ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ്. 10th 10 നിലയുടെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചാൽ ടോപ്പ് ഫ്ലോറിൽ കൊണ്ടുവന്ന് വെച്ചാൽ ബുദ്ധിമുട്ടല്ലേ? അപ്പൊ അതുകൊണ്ട് ഏറ്റവും താരതമ്യേന ബ്ലഡ് ബാങ്ക് എവിടെ ആയിരിക്കണം എന്നാ പറഞ്ഞേക്കണേ? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. അണ്ടർലൈൻ ചെയ്തോ സെന്റൻസ്. ഈസി വിസിബിലിറ്റി, വിസിബിൾ ആയിരിക്കണം. എളുപ്പം കാണാൻ പറ്റുന്ന, നമുക്ക് അന്വേഷിച്ച് നടക്കാൻ പറ്റുമോ? എമർജൻസി ആയിട്ടായിരിക്കും നമ്മളെ ബ്ലഡ് ബാങ്കിലേക്ക് നമുക്ക് കോൺടാക്ട് ചെയ്യേണ്ടി വരുമ്പോ. അപ്പൊ എല്ലാവരോടും 10 പേരോടും അയ്യോ ബ്ലഡ് ബാങ്ക് എവിടെയാന്ന് ചോദിച്ച് നമുക്ക് അന്വേഷിച്ച് പിടിച്ച് നടക്കാൻ സമയമുണ്ടോ? അവിടെ അർജന്റ് ആയിട്ടാണ് നമ്മളെ ബ്ലഡ് ഒക്കെ നമുക്ക് വേണ്ടി വരിക അല്ലെ. അപ്പൊ നമുക്കത് പെട്ടെന്ന് കാണാൻ പറ്റുന്നതായിരിക്കണം. എളുപ്പത്തില് ബ്ലഡ് ബാങ്ക് എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും. വെള്ളേന്റെയൊക്കെ ബാക്കിലോ വേറെ എന്തെങ്കിലുമൊക്കെ ഉള്ളിലോ ഒന്നും കൊണ്ടുവന്ന് വെക്കരുത്. ഈസി വിസിബിൾ ആയിരിക്കണം. പിന്നെ അടുത്ത് നോക്കിയേ, ഇൻ നിയർ പ്രോക്സിമേറ്റ്ലി വിത്ത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഓർ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് ഹോസ്പിറ്റൽ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഇതിനോടൊക്കെ അടുത്തായിരിക്കണം. അതും കൂടി നോട്ട് ചെയ്തോ കേട്ടോ. ഏറ്റവും അടുത്തായിരിക്കണം. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ബ്ലഡ് ആവശ്യമായിട്ട് വരാൻ ചിലപ്പോ അല്ലെ. ഓപ്പറേഷൻ തിയേറ്റർ എപ്പോഴും നമുക്ക് ബ്ലഡ് ഒക്കെ വേണ്ടി വരുന്നല്ലേ. അപ്പൊ എന്നൊരു ഓപ്പറേഷൻ തിയേറ്റർ ഇവിടെ ബ്ലഡ് ബാങ്ക് വേറെ വല്ലോടത്തൊക്കെ ആണെങ്കിൽ ബ്ലഡ് പെട്ടെന്ന് എത്തിക്കാൻ പറ്റുമോ? ഇങ്ങോട്ടേക്ക് ടീച്ചറിലേക്കൊക്കെ ബ്ലഡ് പെട്ടെന്ന് വേണ്ടി വരികയാണെങ്കിൽ എത്തിക്കാൻ പറ്റൂല. അപ്പൊ അതിന് സൗകര്യാവസ്ഥത്തില് നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ഹോസ്പിറ്റൽ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇതിനോടൊക്കെ ഏറ്റവും അടുത്തായിരിക്കണം. ഈ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ നിന്നൊക്കെ ഏറ്റവും അടുത്തായിരിക്കണം. അതിനോടൊക്കെ ഏകദേശം നമ്മൾ അടുത്തായിരിക്കണം ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ. പിന്നെ നോക്കിയേ, ഇറ്റ് വിൽ ഹാവ് എ ഡിസ്റ്റിങ്ക്ട് എൻട്രി ആൻഡ് എക്സിറ്റ്. പ്രത്യേകം എൻട്രി എക്സിറ്റ് വേണമെന്ന്. വിത്ത് വൈഡ് വിൻഡോസ്, വീതിയുള്ള ഇടനാഴി. ആൻഡ് വെയിറ്റിംഗ് സ്പേസ് ഇൻ കർട്ടേൽ ട്രാഫിക് കൺജങ്ഷൻ. കർട്ടേൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ റെഡ്യൂസ് കുറയ്ക്കുക. ട്രാഫിക് തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു എന്താ പറയാ നമുക്കൊരു സെപ്പറേറ്റ് എൻട്രി എക്സിറ്റ് വേണം. പ്രത്യേകം എൻട്രി എക്സിറ്റ് വേണം.
ട്രാഫിക് തിരക്ക് കുറയ്ക്കാനായിട്ടേ, അല്ലെങ്കിൽ ഒരൊറ്റ എൻട്രി എക്സിറ്റ് അങ്ങനെയൊക്കെ ആകുമ്പോ എൻട്രി ചെയ്യുന്നിടത്തുകൂടെ തന്നെ പുറത്തോട്ട് ഇറങ്ങുകയൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര തിരക്കാവും ആൾക്കാരുടെയൊക്കെ. അപ്പൊ ഒരു വാതിലിൽ കൂടെ നമുക്ക് കയറാനും വേറെ സ്ഥലത്ത് ഇവിടെ പുറത്തേക്ക് ഇറങ്ങാനും അങ്ങനെയുള്ള പ്രത്യേകം എൻട്രി എക്സിറ്റ് പോയിന്റ് വേണം. പിന്നെ എന്താ, വൈഡ് കോറിഡോർസ്, വിശാലമായ ഇടനാഴി വേണം. ബ്ലഡ് ഒക്കെ ഡൊണേറ്റ് ചെയ്യാനൊക്കെ ആളുകളൊക്കെ വന്നാലും ഒക്കെ നമുക്ക് അവർക്ക് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടേ നല്ലൊരു സ്പേസും വെയിറ്റിംഗ് സ്പേസും വിശാലമായ ഇടനാഴിയും വേണം. എന്തിനു വേണ്ടി ഇതൊക്കെ? ട്രാഫിക് കൺജങ്ഷൻ കുറയ്ക്കാൻ, ട്രാഫിക് തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. ക്ലിയർ ആണോ? പ്രത്യേകം എൻട്രി എക്സിറ്റ് വേണം. പിന്നെ അതുപോലെ തന്നെ വിശാലമായിട്ടുള്ള കോറിഡോർസ്, വിശാലമായ ഇടനാഴികൾ വേണം. അതുപോലെ തന്നെ എന്താണ്, വെയിറ്റിംഗ് സ്പേസും വേണം. ഇതൊക്കെ നമുക്ക് എന്താ, ട്രാഫിക് കൺജക്ഷൻ കുറയ്ക്കാനായിട്ട്. ഇനി അടുത്ത് നോക്കിയേ, ഇറ്റ് മസ്റ്റ് ബി സ്പേഷ്യസ് ത്രൂ വിത്ത് മിനിമം പബ്ലിക് എൻട്രി സോ ദാറ്റ് ദർ ഈസ് നോ ഇൻഫറൻസ് ദ വർക്ക് ഓഫ് ദ ലാബ് ടെക്നീഷ്യൻ. ഇറ്റ് മസ്റ്റ് ബി സ്പേഷ്യസ്. സ്പേഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ, വിശാലമായതായിരിക്കണം. പബ്ലിക് എൻട്രി കുറച്ചുകൊണ്ട് വിശാലമായതായിരിക്കണം. സോ ദാറ്റ്, എന്തിനാ പബ്ലിക് എൻട്രി കുറയ്ക്കണം എന്ന് പറയുന്നത്? എന്തുകൊണ്ടാ? സോ ദാറ്റ് ദർ ഈസ് നോ ഇന്റർഫേസ്. ഇന്റർഫേസ് എന്ന് വെച്ചാൽ തടസ്സപ്പെടുത്തരുതെന്ന്. ദ വർക്ക് ഓഫ് ദ ലാബ് ടെക്നീഷ്യൻ. കണ്ടോ, ലാബ് ടെക്നീഷ്യന്റെ വർക്കിനെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ പബ്ലിക് എൻട്രി കുറച്ചുകൊണ്ട് എന്നാ വിശാലമായതായിരിക്കണം ഈ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ എപ്പോഴും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോ ലാബ് ടെക്നീഷ്യൻസ് അവിടെ ടെസ്റ്റ് ചെയ്യുമ്പോ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവില്ലേ, ആളുകളുടെ സംസാരവും ഒച്ചയും ഒക്കെ കേൾക്കുമ്പോഴ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ അവർക്ക് പ്രോപ്പറായിട്ട് അത് വർക്ക് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ, ലാബ് ടെക്നീഷ്യന്റെ വർക്കിനെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ പബ്ലിക് എൻട്രി കുറച്ചുകൊണ്ട് എല്ലാം വിശാലമായതായിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി സ്പേഷ്യസ്. സ്പേഷ്യസ് എന്ന് പറഞ്ഞാൽ വിശാലമായതായിരിക്കണം. ക്ലിയർ ആണോ നോക്കിയ ലൊക്കേഷൻ? ആർക്കെങ്കിലും സംശയമുണ്ടോ? പോയിന്റ്സ് ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് സംശയമുണ്ടോ? ക്ലിയർ ആണോ? എന്താണ്, ഉറക്കം വന്നിട്ടുണ്ടോ നിങ്ങക്ക്? ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തമ്പ് വരാത്ത കാരണം ചോദിച്ചാട്ടോ, ഇനി ഉറങ്ങുവാണോ, ഉറക്കം വന്നിട്ടുണ്ടോ എന്നൊക്കെ. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞേ? ഒരു ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം, നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കണം. പിന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ഹോസ്പിറ്റൽ, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്നിവയോടൊക്കെ ഏറ്റവും അടുത്തായിരിക്കണം. പിന്നെ നമുക്കൊരു പ്രത്യേകം എൻട്രി എക്സിറ്റ് വേണം. പിന്നെ വിശാലമായിട്ടുള്ള ഇടനാഴികളും വെയിറ്റിംഗ് സ്പേസും വേണം. എന്തിന്? ട്രാഫിക് തിരക്ക് കുറയ്ക്കാനായിട്ട്. പിന്നെ ഇത് വിശാലമായതായിരിക്കണം, എന്നാൽ പബ്ലിക് എൻട്രി കുറച്ചുകൊണ്ടും വേണം. പബ്ലിക് എൻട്രി കുറച്ചുകൊണ്ട് വിശാലമായതായിരിക്കണം. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നേ? ലാബ് ടെക്നീഷ്യന്റെ വർക്കിനെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ പബ്ലിക് എൻട്രി കുറച്ച് എന്നാൽ വിശാലമായതായിരിക്കണം ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് ഓർഗാനോഗ്രാം ആണ്. കണ്ടോ, ഇതിനകത്ത് ഓർഗാനോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയഗ്രാം ആണ്. കണ്ടോ, ഒരു ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തേക്കുന്നത് ഒരു ഡയഗ്രാം ആണ് അവിടെ കാണിച്ചിരുന്നത്. ഷോസ് ദാറ്റ് ദ സ്ട്രക്ചർ ഓഫ് ആൻ ഓർഗനൈസേഷൻ, ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡിഫറെന്റ് പീപ്പിൾസ് വിത്തിൻ ദ ഡിപ്പാർട്ട്മെന്റ്, ഡിപ്പാർട്ട്മെന്റിലെ പല ആളുകൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഡയഗ്രമാണ് ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. എന്താണെന്നൊന്നും ചോദിക്കൂല കേട്ടോ, ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഓർഗാനോഗ്രാം എന്ന് പറഞ്ഞ എന്താ? ഇസ് എ ഡയഗ്രാം. ഓർഗാനോഗ്രാം ഡയഗ്രാം എന്താ കാണിക്കുന്നത്? ഷോസ് ദാറ്റ് ദ സ്ട്രക്ചർ ഓഫ് ആൻ ഓർഗനൈസേഷൻ ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡിഫറെന്റ് പീപ്പിൾ വിത്തിൻ ദ ഡിപ്പാർട്ട്മെന്റ്. ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലുള്ള ആളുകൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഒക്കെ കാണിക്കുന്ന ഒരു ഡയഗ്രമാണ് ഓർഗാനോഗ്രാം. നിങ്ങൾ ഫ്ലോ ചാർട്ട് പഠിച്ചിട്ടില്ലേ? ഫ്ലോ ചാർട്ട് പോലെ. അപ്പൊ അതിനകത്ത് ബ്ലഡ് ബാങ്കില്
നമുക്ക് ബ്ലഡ് ബാങ്കില് നോക്കിയ ഓർഗാനോഗ്രാമിന്റെ മുകളിൽ വരുന്നത് ആരാ? മെഡിക്കൽ ഡയറക്ടർ ആണ് കേട്ടോ. മെഡിക്കൽ ഓർഗാനോഗ്രാം ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഉണ്ടല്ലോ, ഇവിടെ ആരോ മാർക്ക് ഇട്ട് ചോദിക്കാം, which of the following organogram is correct related to blood bank? ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് ഓർഗാനോഗ്രാം ഏത്? അപ്പൊ ഏറ്റവും ടോപ്പിൽ ആരാണ് കിടക്കുന്നേ? ആ ഓർഗാനോഗ്രാമിൽ നമ്മൾ പഠിക്കുന്നത് ഏതാ? ഓർഗാനോഗ്രാമിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മുകളിൽ ആരാ എഴുതിയേക്കുന്നത്? മെഡിക്കൽ ഡയറക്ടർ. ദെൻ അതിന്റെ താഴെ ആരാണ്? HOD. HOD ആണ്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് HOD. ദെൻ തൊട്ട് താഴെ നോക്കിയേ, ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ചീഫ് അതാണ് ക്വാളിറ്റി മാനേജർ. താഴെ കണ്ടോ, ക്വാളിറ്റി മാനേജർ. ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ആ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ചീഫ് എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജർ. ദെൻ ആ ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞ ആരോമാർക്ക് രണ്ട് വശത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ക്വാളിറ്റി മാനേജർ ആണ് അല്ലെ. അതിന്റെ കീഴിൽ വരുന്നത് നോക്കിയേ, BTO ഉണ്ട്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ ഉണ്ട്, ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അതിന്റെ കീഴിൽ വരുന്നത് നോക്കിയേ, ഒരു വശത്താരാ? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ ഉണ്ട്, അതിന്റെ താഴെ ടെക്നീഷ്യന്മാരുണ്ട്, അതിന്റെ താഴെ അസിസ്റ്റന്റ് ടെക്നീഷ്യന്മാരുണ്ട്. ഇനി അപ്പർ സൈഡിൽ നോക്കിയേ ആരുണ്ട്? ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ടെക്നിക്കൽ സൂപ്പർവൈസർ ഉണ്ട്, ക്ലർക്ക്, നേഴ്സസ്, PRO. അപ്പൊ അതിനകത്ത് നമുക്കിപ്പോ ഇങ്ങനെ ചോദിക്കാം, ഞാൻ പറഞ്ഞില്ലേ ക്വസ്റ്റ്യൻ, which of the following organogram is correct related to blood bank. അപ്പൊ നമുക്ക് ഓർഡർ തെറ്റിച്ചു തരാം. അവിടെ ആദ്യം ക്വാളിറ്റി മാനേജർ, രണ്ട് ഒരു ആരോമാർക്ക് ഇട്ടിട്ട് മെഡിക്കൽ ഡയറക്ടർ, രണ്ട് ആരോമാർക്ക് HOD, ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അങ്ങനെ മനസ്സിലായോ ക്വസ്റ്റ്യൻ എങ്ങനെയാന്നുള്ളത്? അതിന്റെ ഓർഡർ ഒന്ന് പഠിച്ചു വെക്കണം. മെഡിക്കൽ ഡയറക്ടർ, HOD, ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ക്വാളിറ്റി മാനേജർ. ഓക്കെ, ആ ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു സെക്ഷനിൽ വരുന്ന ആരാണ്? BTO, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. അത് എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോക്കണം കേട്ടോ. BTO, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. പിന്നെ അടുത്തത് ടെക്നീഷ്യന്മാരുണ്ട്, അസിസ്റ്റന്റ് ടെക്നീഷ്യന്മാരുണ്ട്. ഇപ്രവസ്ഥാര ടെക്നിക്കൽ സൂപ്പർവൈസർ ഉണ്ട്, ക്ലർക്സ് ഉണ്ട്, നേഴ്സസും ഉണ്ട്, PRO ഉണ്ട്. ക്ലിയർ ആയോ? പിന്നെ അതുപോലെ തന്നെ വേണമെങ്കിലേ who comes under technical supervisor അങ്ങനെ ചോദിക്കാം. ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിൽ വരുന്നവരാരല്ല? എന്നിട്ട് ഓപ്ഷൻ തന്നെ നമുക്ക് ഓപ്ഷൻ എ മെഡിക്കൽ ഡയറക്ടർ, ഓപ്ഷൻ ബി ക്വാളിറ്റി മാനേജർ, ഓപ്ഷൻ സി PRO, ഓപ്ഷൻ ഡി ടെക്നീഷ്യൻ. ആരാ കറക്റ്റ്? ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിൽ വരുന്ന ആരാ? നമ്മുടെ ഓപ്ഷനിൽ കറക്റ്റ് ഏതാ? ഏതാ ഓപ്ഷനാ കറക്റ്റ് വന്നേ? ഏതാ? PRO, ഓപ്ഷൻ ഡി ആണ് അല്ലെ. ഓക്കെ, ആ രീതിയിൽ ക്ലർക്ക് എന്നാണ് ക്ലർക്ക്. ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾ എഴുതണം കേട്ടോ. ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിൽ വരുന്നവരാണ് ക്ലർക്കും, നേഴ്സസും, PRO. അപ്പൊ നമുക്ക് ഏതാണോ ഓപ്ഷൻ നോക്കി അതിനനുസരിച്ച് എഴുതാം. പിന്നെ BTOന്റെ കീഴിൽ വരുന്നത് ആരാ? നോക്കിയ ടെക്നീഷ്യന്മാരും അസിസ്റ്റന്റ് ടെക്നീഷ്യനും. BTO എന്ന് പറഞ്ഞാൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ ആണ്. ആ ഓർഗാനോഗ്രാം ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാം. ഏത് ഓർഗാനോഗ്രാം ആണ് കറക്റ്റ് എന്ന് ചോദിക്കാം. പിന്നെ ഏതെങ്കിലും കീഴിൽ വരുന്നത് ആരൊക്കെ എന്ന് ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒരെണ്ണത്തിന്റെ കീഴിൽ വരുന്നത് ആര്? HODയുടെ തൊട്ട് താഴെ വരുന്നത് ആര്? മെഡിക്കൽ ഡയറക്ടറിന്റെ തൊട്ട് താഴെ വരുന്നത് ആര്? അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ ഓർഗാനോഗ്രാം ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഡീറ്റെയിൽ ഒന്നും വേണ്ട, ജസ്റ്റ് അത് ആരോമാർക്ക് കിട്ടുമെന്ന് നോക്കി വെക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓർഗാനോഗ്രാം വരെയും. ഇനി നെക്സ്റ്റ് നോക്കിയേ, നമുക്ക് വാട്ടർ ടെസ്റ്റ് ആർ ഡൺ ഇൻ ബ്ലഡ് ബാങ്കിങ്. ഒരു ബ്ലഡ് ബാങ്കില് എന്തൊക്കെ ടെസ്റ്റുകളാണ് അവർ നടത്തുന്നത്? എന്തൊക്കെ ടെസ്റ്റുകളാണ് നടത്തുന്നതെന്ന് നോക്കിയേ. ഒന്നാമത് നോക്കിയേ, a certain set of preliminary tests are done in the lab once the blood is donated. ഇപ്പൊ അതാ ഞാൻ ചോദിച്ചാൽ ആരെങ്കിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്? നമ്മുടെ കൂട്ടത്തിൽ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങളുടെ കൂട്ടത്തിൽ ആരും ചെയ്തിട്ടില്ലേ? ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ അവരോട് നമുക്ക് ചോദിക്കാറുണ്ടോ എന്തൊക്കെ ടെസ്റ്റാ ചെയ്തേന്ന്? കണ്ടോ, എന്ത് ചെയ്യും അവര്? ഇപ്പൊ എനിക്ക് ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്താൽ വന്നാന്ന് പറഞ്ഞാൽ വേഗം തന്നെ ബ്ലഡ് എടുക്കൂല എന്നെ. എന്ത് ചെയ്യും? ആ ബ്ലഡ് അവർ എടുക്കും ടെസ്റ്റ് ചെയ്യാനായിട്ട്. അതായത് എന്താ, വേഗം തന്നെ വേറെ ആർക്കൊന്നും കൊടുക്കൂല. ഒരു പ്രിലിമിനറി ടെസ്റ്റുകൾ നടത്തും. പ്രിലിമിനറി ടെസ്റ്റുകൾ നടത്തും. The lab once the blood is donated. എന്താ പ്രിലിമിനറി ടെസ്റ്റ്? എന്താ പറഞ്ഞത്? നമ്മള് ആദ്യം കുറച്ച് പറഞ്ഞില്ലായിരുന്നോ?
അല്ലെ? നമ്മുടെ അയാള് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന അയാൾ ഓക്കെ ആണോ എന്ന് അറിയണ്ടേ? എന്തൊക്കെയാ പ്രിലിമിനറി ടെസ്റ്റ്? വയസ്സ് 18 മുതൽ 65 വയസ്സിന് ഇടയിലുള്ള ആളാണോ? വെയിറ്റ് 45 kg മുകളിലാണോ? അയാൾ ഹെൽത്തിയും ഫിറ്റും ആണോ? കമ്മ്യൂണിക്കൽ ഡിസീസുകൾ എന്തെങ്കിലും ഉണ്ടോ അയാളുടെ ശരീരത്തിലുണ്ടോ? ഫിസിക്കലി മെന്റലി അയാൾ സ്ട്രോങ് ആണോ? അല്ലെ? അയാളുടെ ബോഡി ഫിറ്റ് ആണോ എന്നൊക്കെ, അതാണ് പ്രിലിമിനറി ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോ ആദ്യം തന്നെ എന്ത് ചെയ്യും? ഒരു സെറ്റ് ഓഫ് പ്രിലിമിനറി ടെസ്റ്റുകൾ നടത്തുക, ബട്ട് നോട്ട് റെസ്ട്രിക്റ്റഡ് ടു ദ ഫോളോയിങ്. പക്ഷെ ഈ പറയുന്ന താഴെ പറയുന്നതിനും റെസ്ട്രിക്ഷൻ ഇല്ല, നിയന്ത്രണമില്ല. അതായത് അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യും. മനസ്സിലായോ? ആദ്യം ഒരു സെറ്റ് ഓഫ് പ്രിലിമിനറി ടെസ്റ്റുകൾ നടത്തും. പ്രിലിമിനറി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വന്നേ? നമ്മൾ പറഞ്ഞില്ലേ? അതായത് അയാളുടെ വെയിറ്റ് 45 kg മുകളിലാണോ? ഏജ് 18 to 65 വയസ്സ് ആണോ? അയാൾ ഹെൽത്തിയും ഫിറ്റും ആണോ? മെന്റലി ഫിസിക്കലി സ്ട്രോങ് ആണോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യൂലേ? അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന ടെസ്റ്റുകൾക്കും റെസ്ട്രിക്ഷൻ ഇല്ല, നിയന്ത്രണമില്ല കേട്ടോ. അപ്പൊ ഈ ടെസ്റ്റുകൾ കൂടി ചെയ്യും. അതില് ഒന്നാമത്തെയാണ് ടൈപ്പിംഗ്. ഏത് ടൈപ്പ് ബ്ലഡ് ആണെന്ന് നോക്കും. എത്ര ടൈപ്പ് ബ്ലഡ് ഉണ്ട് നമുക്ക്? എത്ര ടൈപ്പ് ഉണ്ട് ബ്ലഡ്? ആരും ഇല്ലേ മെസ്സേജ് ചെയ്യാനുള്ളത്? എത്ര ടൈപ്പ് ബ്ലഡ് ഉണ്ട് നമുക്ക്? തെറ്റാണെങ്കിലും കുഴപ്പമില്ല പിള്ളേരെ, നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്തിട്ടേ. ഒരു നമ്പർ അല്ലേ? എത്ര ടൈപ്പ് ബ്ലഡ് ഉണ്ട്? 3 എണ്ണം, 4 എണ്ണം. ഓക്കെ. എത്ര ടൈപ്പ് ബ്ലഡ് ഉണ്ട്? നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ 4 ടൈപ്പ് ബ്ലഡ് ആട്ടോ. ശരിയാണ്, 4 ടൈപ്പ്. ഇനി 5 എന്ന് പറഞ്ഞാലും തെറ്റില്ല. എന്താണെന്ന് അറിയോ? ഒരു അഞ്ചാമത്തെ ഒരു റയർ ഗ്രൂപ്പ് ഉണ്ട്, ബോംബെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു 5ാമത്തെ ഗ്രൂപ്പ് ഉണ്ട്. 5 ടൈപ്പ് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് 4 ടൈപ്പ് ബ്ലഡ് ആണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? എ ഉണ്ട്, ബി ഉണ്ട്, എ ബി ഉണ്ട്, ഒ ഉണ്ട്. ഈ ഗ്രൂപ്പുകളല്ലേ ഉള്ളൂ. ഇതിൽ കൂടുതൽ ആരെങ്കിലും ഉണ്ടോ? വേറെ ഗ്രൂപ്പുകാർ ആരെങ്കിലും ഉണ്ടോ? എ ഗ്രൂപ്പ് ഉണ്ട്, ബി ഗ്രൂപ്പ് ഉണ്ട്, എ ബി ഗ്രൂപ്പ് ഉണ്ട്, ഒ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ 4 ഗ്രൂപ്പാണ് നമുക്ക് പറയുന്നത്. ഇത് കൂടാതെ 5ാമത്തെ ഒരു റയർ ഗ്രൂപ്പ്, അതായത് ലക്ഷങ്ങളിലും ഒക്കെ ഒരാൾക്ക് വരുന്നതാണ് ബോംബെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ എൻജയുടെ സെക്കൻഡ് ബാച്ചിനാണെന്ന് തോന്നുന്നത് ഒരു കുട്ടിയുടെ മകന് ബോംബെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ ചാപ്റ്റർ എനിക്ക് ഡിവൈഡ് ചെയ്തെന്ന ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കാറുണ്ട്. അപ്പൊ ആ കുട്ടി മെസ്സേജ് ചെയ്തു, മിസ്സേ എന്റെ മോന് ബോംബെ ഗ്രൂപ്പ് ആണ് മെസ്സേജ് ചെയ്തു. ലക്ഷങ്ങളിലൊക്കെ ഒരാൾക്ക് വരുന്ന ഒരു ഗ്രൂപ്പ്. അങ്ങനെ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? PSC ഒക്കെ പഠിക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും അല്ലെ? ബ്ലഡ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങള് കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇല്ല, കേട്ടിട്ടില്ല. അങ്ങനെ ഒരു ഗ്രൂപ്പ് കൂടി ഉണ്ട്. പക്ഷെ നമുക്ക് 4 എണ്ണം മെയിൻ ആയിട്ട്. ഏതൊക്കെയാണ്? എ ഗ്രൂപ്പ് ഉണ്ട്, ബി ഗ്രൂപ്പ് ഉണ്ട്, എ ബി ഗ്രൂപ്പ് ഉണ്ട്, ഒ ഗ്രൂപ്പ് ഉണ്ട്. 4 ടൈപ്പ് ബ്ലഡ് എല്ലാവർക്കും അറിയാലോ അല്ലെ? ബ്ലഡ് ഏതാണ്, നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാന്നുള്ളത് അറിയാലോ. അപ്പൊ ആദ്യം എന്ത് ചെയ്യും അവര്? അവിടെ നോക്കിയേ. അപ്പൊ നമ്മൾ ആദ്യം പ്രിലിമിനറി ടെസ്റ്റുകൾ നടത്തി. അതിനുശേഷം ഈ പറയുന്ന ടെസ്റ്റുകൾക്ക് നിയന്ത്രണമില്ല. അതായത് ഈ ടെസ്റ്റുകളും കൂടി നടത്തണം. ഏതാണ് ആദ്യം നോക്കുന്നത്? ബ്ലഡ് ഗ്രൂപ്പാണ് നോക്കുന്നത്. ഏത് ബ്ലഡ് ടൈപ്പ് ആണ്, ഏത് ഗ്രൂപ്പാണ്? ബ്ലഡ് ഗ്രൂപ്പാണ്. ഗ്രൂപ്പാണ് കേട്ടോ പറയുന്നത്. നമുക്ക് 4 ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്, എ ബി, എ ബി, ഒ. എന്റെ എ ഗ്രൂപ്പാണ്. ഓക്കെ, എ ആണ്. എ പോസിറ്റീവ് ആണ്. അത് അടുത്ത ഘട്ടം കേട്ടോ. അത് നമുക്ക് അന്നേരം പോസിറ്റീവ് നെഗറ്റീവ് അടുത്ത ഘട്ടത്തിൽ പറയാം. ഇപ്പൊ നമ്മൾക്ക് ഏതാണ്? 4 ബ്ലഡ് ഗ്രൂപ്പുകൾ. അതായത് ഈ എങ്ങനെ നമ്മൾ ഈ ഗ്രൂപ്പ് പറയണേന്ന് അറിയോ? അതായത് നമ്മുടെ ഈ ബോഡിയിലെ ആന്റിജൻസിന്റെ പ്രസൻസ് ആണ്. നമുക്ക് 2 ആന്റിജനുള്ളേ. ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്. ഈ ആന്റിജൻസിന്റെ പ്രസൻസ് ആണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഗ്രൂപ്പുകൾ വരാൻ കാര്യമാരാ? ആന്റിജനാണ്. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഏത് ടൈപ്പ് ആന്റിജൻ ആണ്? ആന്റിജൻ എ ആണെങ്കിൽ അവരൊക്കെ ഏത് ഗ്രൂപ്പ് ആയിരിക്കും? എ ഗ്രൂപ്പ്. അപ്പൊ എ ഗ്രൂപ്പുകാര് മനസ്സിലാക്കുക, അവർക്ക് ഏത് ആന്റിജനുള്ളേ? ആന്റിജൻ എ ആണ്. ഇനി ആന്റിജൻ ബി ഉള്ളവരൊക്കെ ബി ഗ്രൂപ്പ്.
ഇനി ചിലർക്കുടെ ബോഡിയിൽ 2 ആന്റിജനും ഉണ്ടാവും. ആന്റിജൻ എയും ഉണ്ടാവും, ആന്റിജൻ ബിയും ഉണ്ടാവാം. അപ്പൊ അവരേത് ഗ്രൂപ്പ്? എ ബി ഗ്രൂപ്പ്. 2 ആന്റിജനും പ്രസന്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഏതാണ്? എ ബി ഗ്രൂപ്പ്. ഇനി ഒരു ആന്റിജനും ഇല്ല, ചിലർക്കുടെ ശരീരത്തിൽ ഒറ്റ ആന്റിജൻ ബോഡിയിൽ ഉണ്ടാവില്ല, ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പാണ് O ഗ്രൂപ്പ്. മനസ്സിലായോ? ഒന്നുകൂടി പറയാൻ ഞാൻ, അതായത് നമ്മളെ ബ്ലഡ് ഗ്രൂപ്പ് പലർക്കും ഒന്നും എ ഗ്രൂപ്പുകാരില്ലേ ഇവിടെ? ഇല്ലേ എ ഗ്രൂപ്പുകാര്? ഉണ്ട്. സുചിത്ര ഇട്ടുണ്ട്, ബിസ്മിയൊക്കെ ഇട്ടുണ്ട്. ഇനി ബി ഗ്രൂപ്പുകാരില്ലേ? ഉണ്ടാ? ഉണ്ട്. റബീനയൊക്കെ ഇട്ടുണ്ട്, ഓക്കെ, അഖിലയൊക്കെ ഉണ്ട്, ലക്ഷ്മിയൊക്കെ ഉണ്ട്. ഇനി എ ബി ഗ്രൂപ്പുകാരോ? ഇല്ലേ? ബ്ലഡ് ഗ്രൂപ്പ് എ ബിക്കാര് അർച്ചന ഇട്ടുണ്ട്, ഏഞ്ചൽ ഇട്ടുണ്ട്. ഓക്കെ. ഇനി O ഗ്രൂപ്പുകാരില്ലേ? നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. നീതു ഇട്ടുണ്ട്, അശ്വിനിയൊക്കെ ഇട്ടുണ്ട്. ഓക്കെ. അപ്പൊ എല്ലാ ഗ്രൂപ്പുകാരും നമ്മളുണ്ട് കേട്ടോ. ഒരു ഗ്രൂപ്പ് ഇല്ലാത്തവരൊന്നുമില്ല. അപ്പൊ നമുക്ക് 4 ഗ്രൂപ്പാണ് നമുക്ക് മനസ്സിലാക്കി. ഇനി ഞാൻ പറഞ്ഞു എ ഗ്രൂപ്പാന്ന് പറഞ്ഞു. അപ്പൊ എന്താ എ ഗ്രൂപ്പ് ആവാൻ കാര്യം? എന്റെ ബോഡിയിൽ എന്തുണ്ട്? എന്റെ ബോഡിയിൽ ആന്റിജൻ ഉണ്ട്, ആന്റിജൻ എ ഉണ്ട്. ആന്റിജൻ എ ഉള്ളത് കൊണ്ടാണ് ഞാൻ എ ഗ്രൂപ്പ് ആയത്. ചിലർക്ക് ആന്റിജൻ ബി ആയിരിക്കും, അവരേതാ? ബി ഗ്രൂപ്പ്. ചിലർക്ക് ആന്റിജൻ 2 ആന്റിജൻ ഉണ്ടാകും, അവരാണ് ഏത്? എ ബി ഗ്രൂപ്പ്. ഇനി ഒറ്റ ആന്റിജനും ഇല്ല ചിലർക്ക്, അതാണ് ഏത്? O ഗ്രൂപ്പ്. അപ്പൊ പ്രസൻസ് ഓഫ് ആന്റിജൻ, ആന്റിജൻസിന്റെ പ്രസൻസ് ആണ് ബ്ലഡ് ഗ്രൂപ്പ് നിർണ്ണയിക്കുന്നതിന് അടിസ്ഥാനം. ക്ലിയർ ആയോ? ആന്റിജൻസിന്റെ പ്രസൻസ് ആണ്. ഏത് ആന്റിജൻ? ആന്റിജൻ എ ആണോ ആന്റിജൻ ബി ആണോ? അതിനനുസരിച്ചിട്ടാണ് ബ്ലഡ് ഗ്രൂപ്പ് തിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ചിട്ടാണ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഗ്രൂപ്പ് വന്നത്. ഇനി നിങ്ങൾ ഒരു കാര്യം, നിങ്ങൾ പെൻസിലോ പേനയോ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ സ്ഥലമുണ്ടോ? ഒരു ടേബിൾ ഒന്ന് വരച്ചിടണം. അതായത് ഞാൻ പറയാം, 3 5 റോയും താഴേക്ക് 5 കോളം ആയിട്ട് ഒരു കുഞ്ഞൊരു ടേബിൾ വരച്ചിട്ട്, കുഞ്ഞതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ലെറ്റേഴ്സ് എഴുതാനുള്ള നമ്പർ വേണം, സ്ഥലം വേണം കേട്ടോ. എല്ലാവരും 5 സ്കെയിലൊന്നും എടുക്കണ്ട കേട്ടോ, വെറുതെ കൈ കൊണ്ട് വരച്ചിട്ടാ മതി. നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. അപ്പൊ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് കുറെ ക്വസ്റ്റ്യൻസിന് ആൻസർ പെട്ടെന്ന് നമുക്ക് ചെയ്യാനും പറ്റും, നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടുകയും ചെയ്യും. ഇതിൽ ഒരുപാട് പറയേണ്ട ആവശ്യമില്ല. ആ ടേബിൾ ഒന്ന് നോക്കിയാൽ മതി. അതായത് ഞാൻ പറഞ്ഞത് 5 കോളവും 5 റോയുമായിട്ട് ഒരു ചെറിയൊരു ടേബിൾ വരയ്ക്കുക. വരച്ചോ? കൈ കൊണ്ട് വെച്ചാൽ ഇങ്ങനെ വെറുതെ ഒരു ടേബിൾ. പിള്ളേരൊക്കെ വരക്കൂലേ സ്കെയിൽ ഇല്ലാതെ? ഓക്കെ. സ്കെയിലൊന്നും എടുത്ത് അത്രയും വൃത്തിക്കൊന്നും വരയ്ക്കണമെന്നില്ല. ചെറിയൊരു 5 കോളവും 5 റോയും ആയിട്ട് വരയ്ക്കാം. ഇനി നമ്മൾ വരച്ച ടേബിളിന്റെ മുകളില് ഗ്രൂപ്പ് എന്ന് എഴുതാം, GROUP. അവിടെ നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് ആട്ടോ എഴുതുന്നത്. ഏറ്റവും ടോപ്പിലെ ആ റോയിലാട്ടോ ഞാൻ എഴുതാൻ പറഞ്ഞത്, ഗ്രൂപ്പ് എന്ന് എഴുതാം. ഇനി രണ്ടാമത്തെ കോളത്തിന്റെ മുകളിൽ എഴുതുക ആന്റിജൻ എഴുതുക, ANTIGEN, ആന്റിജൻ എഴുതുക, ANTIGEN, ആന്റിജൻ എഴുതുക. ഇനി മൂന്നാമത്തെ കോളത്തിന്റെ മുകളിൽ എഴുതുക ആന്റിബോഡി എന്ന് എഴുതുക, ANTIBODY, ആന്റിബോഡി, ANTIBODY, ആന്റിബോഡി. ഇനി അടുത്ത കോളത്തിന്റെ മുകളില് നിങ്ങൾ ഡോണേഴ്സ് എഴുതുക. ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും? ദാതാക്കൾ, ബ്ലഡ് ദാനം ചെയ്യുന്ന ദാതാക്കൾ, ഡോണേഴ്സ്, DONORS, ഡോണേഴ്സ്, DONORS, ഡോണേഴ്സ്. അടുത്ത ആ കോളത്തിന്റെ മുകളില് ഫസ്റ്റ് കോളത്തിന്റെ മുകളില് ഗ്രൂപ്പ് എന്ന് കേട്ടോ. ഏത് ഗ്രൂപ്പാണോ നമ്മൾ എഴുതുന്നത്? നമ്മൾ 4 ഗ്രൂപ്പ് പഠിച്ചില്ലേ, അതിൽ ഏത് ഗ്രൂപ്പാണോ നമ്മൾ അവിടെ എഴുതുന്നത്? ഒന്നോടെ ഞാൻ പറഞ്ഞുതരാം, ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ലാസ്റ്റ് 5ാമത്തെ കോളം അതിന്റെ മുകളില് റെസിപ്പിയന്റ് എന്ന് എഴുതാം, RECIPIENT, റെസിപ്പിയന്റ്. ഞാൻ ഒന്നുകൂടി പറയാം കേട്ടോ, എഴുതി നോക്കണവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. നമ്മൾ 5 കോളം 5 റോയായിട്ട് ഒരു ടേബിൾ വരച്ചു എല്ലാവരും. അതില് 1ാമത്തെ കോളത്തിന്റെ മുകളില് ഗ്രൂപ്പ് എന്ന് എഴുതാം. അത് നെക്സ്റ്റ് 2ാമത്തെ കോളം അതല്ലേ, അതിന്റെ മുകളില് ആന്റിജൻ എഴുതാം. നേരെ എഴുതിപ്പോക്കോ, ഗ്രൂപ്പ്
ആന്റിജൻ. then മൂന്നാമത്തേന്റെ മുകളില് ആന്റിബോഡി ANTIBODY ആന്റിബോഡി എന്ന് എഴുതി. അടുത്തതില് ഡോണേഴ്സ് എഴുതുക DONORS ഡോണേഴ്സ്. then അടുത്തതിൽ എഴുതുക റെസിപ്പിയന്റ് എന്ന് എഴുതുക. ഓക്കെ, അങ്ങനെ 5 കോളം ഇല്ലേ? 5 കോളായി. അപ്പൊ ഗ്രൂപ്പ്, ആന്റിജൻ, ആന്റിബോഡി, ഡോണേഴ്സ്, റെസിപ്പിയന്റ്. ഓക്കെ, ഇനി നിങ്ങൾ വന്നേ ഗ്രൂപ്പിലേക്ക് വാ. ഒന്നാമത്തെ കോളം എഴുതാൻ പോവാ. നമുക്ക് 4 ഗ്രൂപ്പില്ലേ? അതവിടെ നിന്ന് എഴുതിക്കേ. ഒന്നാമത് എന്ത് എഴുതും? എ. ഗ്രൂപ്പിന്റെ താഴെ എഴുതുക കേട്ടോ, എന്ന് എഴുതുക. അടുത്ത കോളത്തിൽ എഴുതുക. അതിന്റെ താഴേക്കാട്ടോ എഴുതണ്ടേ? ഗ്രൂപ്പിന്റെ ആ ഒന്നാമത്തെ കോളം നമ്മൾ ഫില്ല് ചെയ്യാൻ പോവാം. നമുക്ക് 4 ഗ്രൂപ്പുകൾ നമ്മൾ താഴേക്ക് എഴുതാം. ഗ്രൂപ്പ് എ എന്ന് എഴുതുക, താഴെ ബി എന്ന് എഴുതുക, പിന്നെ അടുത്തത് AB എന്ന് എഴുതുക, O എന്ന് എഴുതുക. O ഗ്രൂപ്പ്. 4 ഗ്രൂപ്പുകൾ അവിടെ എഴുതി വെച്ചേ. ഓക്കെ, ഐഷ് ഇവിടെ ഇട്ട് എഴുതുക കേട്ടോ. AB O എന്ന് എഴുതി. ആ കോളം ഫില്ലായി എല്ലാവർക്കിടയിൽ. ഒന്നാമത്തെ കോളം കംപ്ലീറ്റ് ചെയ്തോ? ചെയ്തു. ഇനി രണ്ടാമത്തെ കോളത്തിലേക്ക് വന്നേ. രണ്ടാമത്തെ കോളത്തിൽ നമ്മൾ എന്താ ഹെഡിങ് എഴുതി വെച്ചാണ്? അതിന്റെ മുകളിൽ ആന്റിജൻ ആണ്. ആന്റിജൻ പഠിച്ചല്ലോ നമ്മള്. ഓരോ ഗ്രൂപ്പിന്റെയും ഏതാ ആന്റിജൻ എന്ന് പഠിച്ചു വെച്ചില്ലേ? എ എന്ന് പറഞ്ഞ ഗ്രൂപ്പിന്റെ നേരെ എഴുതിക്ക്. ആന്റിജൻ ഏതാ? ആന്റിജൻ എ. ആന്റിജൻ എഴുതാ അവിടെ, ആന്റിജൻ എ. ഇനി ബി എന്നുള്ളതിന്റെ നേരെ എന്താ എഴുതണം നമ്മള്? ആന്റിജൻ ഏതാ? അവർക്കുടെ ആന്റിജൻ ഏതാ? ബി. ബിന്ന് എഴുതി. AB എന്ന് പറഞ്ഞ ഗ്രൂപ്പില്ലേ? ABയുടെ ഗ്രൂപ്പിന്റെ നേരെ ആന്റിജൻ ഏതെഴുതും? ആന്റിജൻ അവർക്ക് 2 ആന്റിജനും ഇല്ലേ ABക്കാർക്ക്? ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്. അപ്പൊ എന്ത് എഴുതണം? A, B. AB എന്ന് എഴുതണ്ട കേട്ടോ, A, B. ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്. ഒരു കോമ ഇട്ടേനെ കേട്ടോ അവിടെ. ആന്റിജൻ എയും ഉണ്ട്, അവർക്ക് ആന്റിജൻ ബിയും ഉണ്ട്. യെസ്, വെരി ഗുഡ്. ഇനി അടുത്ത് നോക്കി O ഗ്രൂപ്പുകാര്. O ഗ്രൂപ്പുകാർക്ക് ആന്റിജൻ ഉണ്ടോ? ആന്റിജൻ ഇല്ലാത്തോണ്ടല്ലേ അവർ O ഗ്രൂപ്പ് ആയത്. അപ്പൊ അവിടെ എഴുതാ ആന്റിജൻ ഇല്ലാന്ന് എഴുതി വെച്ചോ. ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ് കിട്ടിയോ? ക്വസ്റ്റ്യൻ കിട്ടിയോ? ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ് ഏതാ? ആർക്കാണ് ആന്റിജൻ ഇല്ലാത്തവര്? O ഗ്രൂപ്പാണ്. വിഷമിക്കണ്ട കേട്ടോ. ആന്റിജൻ ഇല്ലാന്ന് വെച്ചോണ്ട് പ്രശ്നമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. O ഗ്രൂപ്പാണ്. അപ്പൊ ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പാണ് O ഗ്രൂപ്പ്. അപ്പൊ ഓരോ ഗ്രൂപ്പിന്റെ ആന്റിജൻ ചോദിച്ചെഴുതാലോ. ഗ്രൂപ്പ് എയുടെ ആന്റിജൻ ഏതാ? A. ഗ്രൂപ്പ് ബിയുടെ ആന്റിജൻ ബി. ABയുടെ ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്. അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കാൻ 2 ആന്റിജനുള്ള ഗ്രൂപ്പ് ഏതാ? 2 ആന്റിജനുള്ളത് ആന്റിജൻ എയും ആന്റിജൻ ബിയും ഉള്ള ഗ്രൂപ്പ് ഏതാണ്? AB ഗ്രൂപ്പ്. ആന്റിജൻ എയുള്ള ഗ്രൂപ്പ് ഏതാണ്? A ഗ്രൂപ്പ് ആണ്. ആന്റിജൻ ബി ഉള്ള ഗ്രൂപ്പ് ഏതാണ്? നെഗറ്റീവ് ഞാൻ പറയാട്ടോ. ഇപ്പൊ ഞാൻ ഗ്രൂപ്പ് മാത്രമേ പറയുന്നുള്ളൂ. നെഗറ്റീവിന്റെ വേറെ ടേബിളിൽ നമുക്ക് പഠിക്കാം. അത് അടുത്തയിലേക്ക് വരുമ്പോ നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. അന്ന് ഇപ്പൊ നെഗറ്റീവ് പോസിറ്റീവ് ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ഒള്ളി ആ ഗ്രൂപ്പ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, ഗ്രൂപ്പുകൾ മാത്രം. അത് രണ്ടും ആയിക്കോട്ടെ. എയും ബി, പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ളതൊന്നും നോക്കുന്നില്ല നമ്മള്. ഇത് എയും ബിയും. A പോസിറ്റീവ്, A നെഗറ്റീവും. B പോസിറ്റീവ് ഉണ്ട്, B നെഗറ്റീവ് ഉണ്ട്. AB പോസിറ്റീവ് ഉണ്ട്, AB നെഗറ്റീവ് ഉണ്ട്. O പോസിറ്റീവ് ഉണ്ട്, O നെഗറ്റീവ് ഉണ്ട്. അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഞാൻ എഴുതുന്നില്ല. ഗ്രൂപ്പ് മാത്രം. ഗ്രൂപ്പ് ചോദിക്കുമ്പോ നമ്മള് എന്താ പറയാ? ഏത് ഗ്രൂപ്പാന്ന് വെച്ചാൽ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? A ഗ്രൂപ്പാണ്, B ഗ്രൂപ്പാണ്. ഇനി നമ്മൾ RH അതിന്റെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചോദിക്കുമ്പോഴാണ് A പോസിറ്റീവ്, അല്ലെങ്കിൽ A നെഗറ്റീവ് എന്നൊക്കെ പറയുന്നത്. അത് നമുക്ക് വേറൊരു ഇത് പറയാം. ഇപ്പൊ ഇതിനകത്ത് നിങ്ങൾ ഒള്ളി ആ ഗ്രൂപ്പ് മാത്രം ഒന്ന് എഴുതി വെക്കുക. അതിൽ 2ലും വരുന്നുണ്ട് കേട്ടോ. 2ഉം എയും പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ഇൻക്ലൂഡഡ് ആണ് അതില്. A എന്ന് പറയുമ്പോൾ A പോസിറ്റീവും A നെഗറ്റീവും വരുന്നുണ്ട്. അപ്പൊ ഗ്രൂപ്പുകൾ മാത്രമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. A ഗ്രൂപ്പ്, B, AB, 4 ഗ്രൂപ്പാന്ന് മനസ്സിലായല്ലോ. 4 ഗ്രൂപ്പിലും അതിന്റെ ആന്റിജന് മനസ്സിലായല്ലോ. ഓക്കെ, അത്രയും മതി. ബാക്കിയുള്ള ടേബിളുകൾ നമുക്ക് ടേബിളിലെ കോളം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫില്ല് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഗ്രൂപ്പ് എഴുതി 4 ഗ്രൂപ്പ് അതിന്റെ ആന്റിജനും ഏതാണെന്ന് കൃത്യമാക്കി നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ബാക്കിത്തെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യും കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ബാക്കിത്തെ കോളം നമുക്ക് എത്ര ഉണ്ട്? ബാക്കി നമുക്ക് 3 കോളം അടുത്ത ക്ലാസ്സിൽ ഫില്ല് ചെയ്യാം. Thank you.